മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. മൂന്നാം സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് ലീഗിനെ അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റ് നിർദ്ദേശം മുന്നോട്ട് വച്ചു. എന്നാൽ നിർദ്ദേശം തള്ളിയ ലീഗ് അന്തിമ തീരുമാനം മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചത്. മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ഇത്തവണ ഒരു കാരണവശാലും പിന്നോട്ടു പോകില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ലീഗ് നേതാക്കൾ ചർച്ചയ്ക്കെത്തിയതെങ്കിലും നിരാശയായിരുന്നു ഫലം. നിലവിലെ സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയായിരുന്നു. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചെങ്കിലും ലീഗ് നേതൃത്വം നിർദ്ദേശം തള്ളി. അങ്ങനെ നിർണായകമെന്ന് വിശേഷിപ്പിച്ച ചർച്ചയും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ലീഗിന്റെ അന്തിമ നിലപാട് 27-ന് പാണക്കാട് ചേരുന്ന യോഗത്തിന് ശേഷം പറയുമെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ചർച്ച തൃപ്തികരമായിരുന്നു. നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനങ്ങളോട് 27-ാം തീയതി പറയാം. ചർച്ചയിൽ ഇരുവിഭാഗങ്ങളുടെയും നിലപാട് പരസ്പരം ഉൾക്കൊണ്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റ് നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെന്നത് തെറ്റായ വാർത്തയാണെന്നും സതീശൻ പറഞ്ഞു. അല്ലല്ല, അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അല്ല, അതങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന അതിൻ്റെ റിസൾട്ട് വന്ന് പറയുമല്ലോ. എന്നാൽ സതീശനെ തള്ളി രംഗത്തെത്തിയ സുധാകരൻ ചർച്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവരെടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. പതിവ് പോലെ ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയ സാഹചര്യത്തിൽ 27-ന് പാണക്കാട്ടെ യോഗത്തിന് ശേഷം ലീഗ് സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. കൈരളി ന്യൂസ്, കൊച്ചി.